തോരാത്ത മഴയിലും ചോരാത്ത ആവേശവുമായി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. എടക്കര, വഴിക്കടവ് പഞ്ചായത്തുകളിലെ പര്യടനം പങ്കെടുത്തത് നിരവധി ആളുകളാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വിജയപ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞായിരുന്നു എം സ്വരാജിന്റെ പര്യടനം. സംസ്ഥാനത്തും നിലമ്പൂരിലും കഴിഞ്ഞ 9 വർഷക്കാലമായി വന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച സ്വരാജ് ഇടതുപക്ഷം തുടരേണ്ട സാഹചര്യത്തെക്കുറിച്ചും വ്യക്തമാക്കി. വികസനോന്മുഖമായ നിലമ്പൂരിലും അതുപോലെ ഒരു നവകേരളത്തിലും ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എടക്കര പഞ്ചായത്തിലെ പര്യടനത്തിൽ ജോൺ ബ്രിട്ടാസ് എംപിയും സ്വരാജിനായി പ്രചരണത്തിന്റെ ഭാഗമായി. എടക്കര, വഴിക്കടവ് പഞ്ചായത്തുകളിൽ 26 കേന്ദ്രങ്ങളിലൂടെയാണ് പര്യടനം നടന്നത്. തുടർച്ചയായ മഴയിലും നിരവധി പേർ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തി. വഴിയോരങ്ങളിലും സ്ഥാനാർത്ഥിയെ കാണാനായി ജനങ്ങൾ തടിച്ചുകൂടി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. കൈരളി ന്യൂസ്, നിലമ്പൂർ.